പാലോറ ശിവക്ഷേത്രത്തിൻ്റെ വീഡിയോ ഇടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ പാലോറ ശിവക്ഷേത്രത്തിൻ്റെയാണ് കേട്ടോ. അവിടെ ഇപ്പോൾ കുറച്ച് മെയിൻ്റനൻസ് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ടൗണിൽ നിന്ന് കുറ്റ്യാടി അത്തോളി റോഡിലേക്ക് ഒരു 6-7 കിലോമീറ്റർ നമുക്ക് മാറിയാലാണ് ഈ അമ്പലം ഉള്ളത്. ഇപ്പോൾ ബൈപ്പാസൊക്കെ വന്നു. നമുക്ക് ബൈപ്പാസ് കയറി അവിടുന്ന് എൻട്രൻസ് ഉണ്ട്, അമ്പലത്തിലേക്ക് തിരിയാനുള്ള എൻട്രൻസ് ഉണ്ട്. ബൈപ്പാസിൽ കയറിയിട്ട് ഒരു 2-3 കിലോമീറ്റർ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ അമ്പലത്തിൻ്റെ വലിയൊരു ബോർഡ് കാണാം കേട്ടോ. അവിടുന്ന് തിരിഞ്ഞ് കുറച്ച് ഉള്ളിലേക്ക് ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയുമ്പോഴാണ് നമ്മളെ അമ്പലം ഉള്ളത്. ഒരുപാട് പഴക്കമുള്ള അമ്പലമാണെങ്കിലും ഒരു ചെറിയ അമ്പലമാണ് കേട്ടോ. ഇവിടുന്നാണ് നമുക്ക് പാലോറ ക്ഷേത്രത്തിലേക്ക് തിരിയാനുള്ള വഴി. കണ്ടില്ലേ, വലിയൊരു ബോർഡൊക്കെ. ഈ വഴിക്കാണ് ഒരു 1.5 കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അമ്പലത്തിൻ്റെ മുന്നിലേക്ക് എത്താം. ഇത് തലക്കുളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഒരു പടിഞ്ഞാറ് ഭാഗത്തേക്കൊക്കെ ആയിട്ട് പാലോറ മല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെയുള്ള അമ്പലമാണേ. നമ്മൾ അമ്പലത്തിലെത്തുമ്പോൾ തന്നെ ഇങ്ങനെ ഐതിഹ്യങ്ങൾ എഴുതിയൊരു ചെറിയൊരു ബോർഡ് അവിടെ നമുക്ക് കാണാൻ പറ്റും. ബോർഡിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളെ നന്ദി ഉണ്ടാവുക. ആദ്യം നമുക്ക് അമ്പലത്തിലേക്ക് പോയിട്ട് വരാം. ഇപ്പോൾ ഇവിടെ മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ചുറ്റുമതിലൊക്കെ പൊളിച്ചിട്ട് വീണ്ടും പണിയാനുള്ള ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ അമ്പലത്തിൽ പടിഞ്ഞാറേക്കാണ് കേട്ടോ ദർശനം. അങ്ങനെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനമുള്ള ചുരുക്കം ക്ഷേത്രങ്ങളേ ഉള്ളൂ, ശിവക്ഷേത്രങ്ങൾ കേട്ടോ. പണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് മുൻപ് തന്നെ ശിവചൈതന്യം സ്വന്തം ഭൂതൈന നിലനിന്നിരുന്ന ഒരു പ്രദേശമാണ് ഇത്. ഇവിടെ ഗോക്കൾ സ്ഥിരമായിട്ട് വന്നിട്ട് പാല് ചുരത്താറുണ്ടായിരുന്നു. അങ്ങനെയാണ് പാൽ ഉറഞ്ഞു വന്ന പ്രദേശം മാറിയിട്ട് പാലോറ എന്നായി. പടിഞ്ഞാറ് ഭാഗത്ത് തന്നെ നമുക്കിങ്ങനെ ഒരു വലിയ ക്ഷേത്രക്കുളം കാണാം കേട്ടോ. വലിയതാണേ, നല്ല വലുതാണ്. ഈ കുളത്തിനും ഉണ്ട് പ്രത്യേകത. 44 കൽപ്പടവുകൾ താഴ്ചയിലാണ് ഈ കുളം ഉള്ളത്. ഈ കുളം വരുമ്പോൾ ക്ഷേത്രത്തിൻ്റെ തലഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ പിൻവശത്തായിട്ട് വരും. നമ്മൾ റോട്ടിൽ നിന്ന് വരുമ്പോൾ വലതുവശത്തായിട്ട് ഇങ്ങനെ സർപ്പക്കാവൊക്കെ ഉണ്ട് കേട്ടോ അമ്പലത്തിന്. ചുറ്റുമതിലിൻ്റെയും നിലത്തിൻ്റെയൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പലം ഒന്നും കൂടി ഭംഗിയുള്ളതാവേ. ഇനി നമുക്ക് ഇവിടുത്തെ പ്രത്യേകതയായ നന്ദീൻ്റെ അടുത്തേക്ക് പോവാം. വാഹന പൂജകളൊക്കെ നടക്കുക ഇവിടെ വെച്ചിട്ടാണെന്ന് തോന്നുന്നു. ഇപ്പോൾ അവിടെ ഒരു വാഹന പൂജ നടക്കുന്നുണ്ട്. അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു കടയുണ്ട്. നമുക്ക് അവിടുന്ന് നന്ദിക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞാൽ അവർ പഴമോ ഇങ്ങനെ പച്ചക്കറികളോ എന്തെങ്കിലും നമുക്ക് തരും. ഞങ്ങൾ ചോദിച്ചപ്പോൾ കഷ്ണങ്ങളായി മുറിച്ചിട്ട് തന്നെയാണ് കേട്ടോ വെള്ളരിക്ക തന്നിരിക്കുന്നത്. ഈ നന്ദീനെ ചെറിയ കുട്ടിയാവുമ്പോൾ ഷിമോഗേന്നോ മറ്റോ ആരോ നടക്കിരുത്തിയതാണ്. നന്ദീനെ പരിപാലിക്കുന്ന ഒരു ചേട്ടനെയാണ് നിങ്ങളിപ്പോൾ കണ്ടില്ലേ. നന്ദി രാവിലത്തെ ഭക്ഷണവും പിന്നെ ഇതുപോലെ വേറെ ഏതോ ഒരു ആൾക്കാർ വന്നിട്ട് അവരെ വകയും കൊടുത്ത് നിൽക്കുകയായതുകൊണ്ട് ആൾക്ക് നല്ല വിശപ്പില്ല. അപ്പോൾ ആദ്യത്തെ ഒരു കഷ്ണം കൊടുത്തപ്പോൾ അതിൻ്റെ പകുതി നിലത്തേക്ക് ഇട്ടു. അപ്പോൾ ഈ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, എന്താ ഫുള്ള് കഴിക്കാതെ നിലത്തേക്ക് ഇടുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ രണ്ടാമത് കൊടുത്ത കഷ്ണം ആൾ നിലത്ത് വീഴാതെ ഇങ്ങനെ വായ പൊന്തിച്ച് വെച്ച് കഴിക്കുന്നതാണ് കേട്ടോ കണ്ടത്. അവർ തമ്മിലുള്ള ആത്മബന്ധമാണ് ഞാൻ പറയുന്നത്. ചേട്ടൻ പറഞ്ഞത് കൃത്യമായിട്ട് ആൾക്ക് മനസ്സിലായി. നന്ദിക്ക് ഇപ്പോൾ ആൾക്കാരുമായിട്ടൊക്കെ നല്ല അടുപ്പാണ്. ഇങ്ങനെ നമ്മൾ ജസ്റ്റ് അവിടെ പോയി നിന്നാൽ തന്നെ നന്ദിക്ക് മനസ്സിലാവും, എനിക്ക് എന്തോ ഭക്ഷണം കിട്ടാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. എല്ലാവരും ഫോട്ടോ എടുക്കലും സെൽഫി എടുക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ നന്ദി ഇപ്പോൾ അതെല്ലാം ആയിട്ട് യൂസ്ഡായി. ഞാൻ ഒരു 2 മാസം മുന്നേ വന്നപ്പോൾ കണ്ട നന്ദിയേ അല്ല കേട്ടോ ഇത്. ആളിപ്പോൾ നന്നായി ഡയറ്റൊക്കെ ചെയ്ത് മെലിഞ്ഞതാണ്. എൻ്റെ ഫോണിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ വന്നപ്പോൾ ചുറ്റുമതിൽ പൊളിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ വീഡിയോ ഞാനിപ്പോൾ ഇവിടെ ചേർക്കാം.
അമ്പലത്തിൻ്റെ ലൊക്കേഷനൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2-3 മാസം കൂടി കഴിഞ്ഞാൽ പണിയൊക്കെ മുഴുവനായിട്ട് കഴിയാൻ സാധ്യതയുള്ളൂ. ഇങ്ങനെ അമ്പലങ്ങളൊക്കെ പോകാൻ താല്പര്യമുള്ളവർ ഗൂഗിൾ ചെയ്താലും കിട്ടും കേട്ടോ. പാലോറ ശിവക്ഷേത്രം എന്ന് ചെയ്താലും ലൊക്കേഷനൊക്കെ കിട്ടുമേ. കറക്റ്റ് ലൊക്കേഷനാണ്. ഇത് കണ്ടില്ലേ, നന്ദി അന്ന് നല്ല തടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തടി കൂടുതലായിട്ട് ചെവിക്ക് എന്തോ ഒരു ഇൻഫെക്ഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഫാറ്റ് കൂടിയിട്ട്. അങ്ങനെ ഡോക്ടർ പറഞ്ഞതാണ് ഡയറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ നമ്മളെ ചേട്ടനുണ്ടല്ലോ, പരിപാലിക്കുന്ന ചേട്ടൻ്റെ പേര് എനിക്കത്ര അറിയില്ല. ചേട്ടനാണ് അന്ന് ഞങ്ങളോട് ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അന്ന് പഴമാണ് കൊടുത്തത്. അപ്പോൾ 2 പഴം മാത്രമേ കൊടുത്തുള്ളൂ. അപ്പം ഫുഡ് ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുകയായതുകൊണ്ട് പഴം കഴിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നന്ദി കുറച്ച് ദേഷ്യത്തിലൊക്കെ ആയിരുന്നു കേട്ടോ. അത് പെട്ടെന്ന് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ കുറച്ച് ഫ്രസ്ട്രേഷൻസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആൾ നല്ലോണം മെലിഞ്ഞ് ചെവീൻ്റെ ഇൻഫെക്ഷനൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ചാനലിൽ അമ്പലങ്ങൾ മാത്രമല്ല കേട്ടോ വീഡിയോ ഉള്ളത്. എനിക്ക് പ്രത്യേകതയായിട്ട് തോന്നിയ ഇതൊക്കെ ഞാൻ വീഡിയോ ആക്കി ഇടാറുണ്ട്. വയനാട്ടിൽ കാട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു അമ്പലത്തിൻ്റെ വീഡിയോയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ.